നമസ്കാരം, തേടൈ ന്യൂസിലേക്ക് സ്വാഗതം. സൂര്യനെല്ലിയെ വെല്ലുന്ന കേസ്. ആദ്യം സ്വന്തം നഗ്നചിത്രങ്ങൾ വാട്സപ്പിലൂടെ സുബിൻ പെൺകുട്ടിക്ക് അയച്ചു നൽകി. പിന്നീട് പെൺകുട്ടിയുടെ നഗ്നചിത്രങ്ങൾ കൈക്കലാക്കിയ ശേഷം റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിച്ചു. സൗഹൃദം ഭാവിച്ച് അടുത്തുകൂടിയ സുബിന്റെ സുഹൃത്തുക്കളും പീഡിപ്പിച്ചു. അച്ചൻകോട്ടുമലയിൽ വെച്ച് കൂട്ട ബലാത്സംഗവും. പത്തനംതിട്ട പീഡന കേസിൽ പുറത്തുവരുന്നത് ഞെട്ടിപ്പിക്കുന്ന വിവരങ്ങൾ. 5 വർഷത്തിനിടെ 64 പേർ പീഡിപ്പിച്ചെന്ന പെൺകുട്ടിയുടെ വെളിപ്പെടുത്തലിൽ കൂടുതൽ പേർ ഇന്നും അറസ്റ്റിലാകും. അന്വേഷണം ജില്ലയ്ക്ക് പുറത്തേക്കും വ്യാപിപ്പിക്കുമെന്ന് പോലീസ് അറിയിച്ചു. കഴിഞ്ഞ ദിവസം കേസിൽ 15 പേർ കൂടി അറസ്റ്റിലായിരുന്നു. ഇതുവരെ അറസ്റ്റിലായവരുടെ എണ്ണം 20 അറസ്റ്റിലായവരിൽ നവവരനും +2 വിദ്യാർത്ഥിയും സഹോദരങ്ങളടക്കമുണ്ട്. പ്രതികൾക്കെതിരെ പട്ടികജാതി പീഡന നിരോധന നിയമവും ചുമത്തി. സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം 7 പെൺകുട്ടിയുടെ കാമുകൻ സുബിൻ ഉൾപ്പെടെ 5 പേർ കഴിഞ്ഞ ദിവസം അറസ്റ്റിലായിരുന്നു. സംസ്ഥാനത്ത് ഇതുവരെ രജിസ്റ്റർ ചെയ്യപ്പെട്ടിട്ടുള്ളതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പ്രതി ചേർക്കപ്പെട്ടിട്ടുള്ള പോക്സോ കേസാണിത്. ദളിത് പെൺകുട്ടി 18 വയസ്സിൽ താഴെ പ്രായമുള്ളപ്പോൾ 3.5 വർഷ കാലയളവിൽ പീഡിപ്പിക്കപ്പെട്ടു എന്നതാണ് കേസിനെ ശ്രദ്ധേയമാക്കുന്നത്. വിവാഹ വാഗ്ദാനം നൽകി കാമുകനാണ് പെൺകുട്ടിയെ ആദ്യം പീഡിപ്പിച്ചത്. പിന്നീട് പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ പകർത്തുകയും അത് സുഹൃത്തുക്കളുമായി പങ്കുവയ്ക്കുകയും ചെയ്തു. ഈ ദൃശ്യങ്ങൾ വ്യാപകമായി പ്രചരിക്കുകയും ചെയ്തിരുന്നു. ശേഷം കാമുകന്റെ സുഹൃത്തുക്കൾ, സഹപാഠികൾ, കായിക പരിശീലകർ, കായിക താരങ്ങൾ, സമീപവാസികൾ എന്നിവരിൽ നിന്നാണ് പീഡനം നേരിടേണ്ടി വന്നതെന്നാണ് പെൺകുട്ടിയുടെ മൊഴി. കായിക താരം കൂടിയായ ദളിത് പെൺകുട്ടിയുമായി സുബിൻ 13 വയസ്സു മുതൽ പ്രണയത്തിലായി. സ്വന്തം നഗ്നചിത്രങ്ങൾ വാട്സപ്പിലൂടെ സുബിൻ പെൺകുട്ടിക്ക് അയച്ചു നൽകുകയായിരുന്നു. സുബിൻ പെൺകുട്ടിയോട് നഗ്നചിത്രങ്ങൾ ആവശ്യപ്പെട്ടു. പെൺകുട്ടിക്ക് 13 വയസ്സുള്ളപ്പോഴാണ് സുബിൻ ആദ്യമായി പീഡിപ്പിക്കുന്നതും. ഇരുചക്ര വാഹനത്തിൽ കയറ്റി പട്ടാപ്പകൽ ആളൊഴിഞ്ഞ മേഖലയിൽ റബ്ബർ തോട്ടത്തിൽ എത്തിച്ച് പീഡിപ്പിക്കുകയായിരുന്നു. ഇതിന്റെ ദൃശ്യങ്ങൾ പകർത്തി അതിനുശേഷം അവ പ്രചരിപ്പിച്ചു. പെൺകുട്ടിയുടെ നഗ്ന ദൃശ്യങ്ങൾ സുബിൻ സുഹൃത്തുക്കൾക്ക് അയച്ചു നൽകി. ഇവരിൽ നിന്നാണ് ദൃശ്യങ്ങൾ കൂടുതലായി പ്രചരിച്ചത്. VK വിനീത്, K അനന്തു, S സുധി, അച്ചു ആനന്ദ് എന്നിവരാണ് കഴിഞ്ഞ ദിവസം അറസ്റ്റിലായത്. ഇവരിൽ കഴിഞ്ഞ നവംബറിൽ വിവാഹിതനായ ഒരാളും ഞായറാഴ്ച വിവാഹ നിശ്ചയം തീരുമാനിക്കപ്പെട്ട വ്യക്തിയുമുണ്ട്. മല്ലശ്ശേരി, പത്തനംതിട്ട, കുലശേഖരപതി, വെട്ടിപ്പുറം മേഖലകളിൽ നിന്നുള്ളവരാണ് ശനിയാഴ്ച അറസ്റ്റിലായത്. ഷംനാദ്, അഫ്സൽ, സഹോദരൻ ആഷിഖ്, നിതിൻ പ്രസാദ്, അഭിനവ്, കാർത്തിക്, സുധീഷ്, അപ്പു എന്നിവരാണ് അറസ്റ്റിലായത്. ഒരാൾ +2 വിദ്യാർത്ഥിയാണ്. ഇവരെ കൂടാതെ റാന്നിയിൽ നിന്നും പോലീസ് 6 പേരെ കസ്റ്റഡിയിലെടുത്തിരുന്നു. അരവിന്ദ്, അനന്തു പ്രദീപ്, വിഷ്ണു, ദീപു P സുരേഷ്, ബിനു K ജോസഫ്, അഭിലാഷ് കുമാർ എന്നിവരാണ് അറസ്റ്റിലായത്. ഇവരിൽ 3 പേർ ഓട്ടോറിക്ഷ തൊഴിലാളികളാണ്. 2 വാഹനങ്ങളും പോലീസ് കസ്റ്റഡിയിലെടുത്തു. ഇതോടെ സംഭവത്തിൽ രജിസ്റ്റർ ചെയ്ത FIRകളുടെ എണ്ണം 7 കാമുകൻ പ്രചരിപ്പിച്ച ദൃശ്യങ്ങൾ കണ്ടവരെല്ലാം പെൺകുട്ടിയുമായി സൗഹൃദം നടിക്കുകയും ലൈംഗികമായി ഉപയോഗിക്കുകയുമായിരുന്നു. ലൈംഗികമായി പീഡിപ്പിച്ച സുബിൻ പെൺകുട്ടിയെ കാഴ്ചവെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് അന്വേഷണത്തിലെ കണ്ടെത്തൽ. പെൺകുട്ടിയുടെ വീട്, സ്കൂൾ എന്നിവിടങ്ങളിലും ചുട്ടിപ്പാറയടക്കമുള്ള സ്ഥലങ്ങളിലും എത്തിച്ച് പെൺകുട്ടിയെ ലൈംഗിക പീഡനത്തിന് ഇരയാക്കി. കുട്ടിക്ക് 16 വയസ്സുള്ളപ്പോഴാണ് അച്ചൻകോട്ടുമലയിലെ റബ്ബർ തോട്ടത്തിലെത്തിച്ച് പീഡിപ്പിക്കുകയും ദൃശ്യങ്ങൾ ഫോണിൽ പകർത്തുകയും ചെയ്തത്. ഈ ദൃശ്യങ്ങളാണ് മറ്റു പ്രതികൾ കുട്ടിയെ ഭീഷണിപ്പെടുത്താനും പീഡിപ്പിക്കാനും ആയുധമാക്കി ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. സുബിന്റെ കൂട്ടുകാർ സംഘം ചേർന്ന് കുട്ടിയെ അച്ചൻകോട്ടുമലയിലെത്തിച്ച് കൂട്ട ബലാത്സംഗത്തിന് ഇരയാക്കിയെന്നും മൊഴിയുണ്ട്.